ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബസ് മീറ്ററിലാണ് ഇന്ന് കളിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും കയറണം, മോനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നൊരു ലോഡ് എടുക്കാൻ പോണെയാണ്. അപ്പോൾ ടൂറാണ് പോണത്, ഏതോ മണ്ണേക്ക് ടൂർ കൊണ്ടുപോകണയാണ്. അപ്പോൾ കുറച്ച് ദൂരത്തിൽ നിന്നാണ് യാത്ര. അപ്പോൾ കുറേ പറയേണ്ടി വരും. ചില സമയത്ത് ഞാൻ മിസ്റ്റേക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് കളിയാക്കാൻ നിൽക്കുക. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വരുമോ? അപ്പോൾ അടിച്ചു കയറുക. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ വണ്ടി ആദ്യം അവൻ പറഞ്ഞ് കയറ്റിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇതൊക്കെ ഏത് വണ്ടിയാടാ? ഇതൊക്കെ വണ്ടിയാണ്, നമ്മളെ വണ്ടിയാണ് വണ്ടി. അതൊക്കെയല്ലേ വൈബ്. ഞാനിപ്പോൾ കുറേ വട്ടമായിട്ട് ഇടിക്കും ഇപ്പം കൂടെ. സത്യം എനിക്കിപ്പോൾ ബാക്ക് എടുക്കാൻ അറിയില്ല. വണ്ടി ബാക്കിലോട്ട് എടുക്കാൻ ഇപ്പോൾ അറിയില്ലായിരിക്കും, മറന്നുപോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് ബാക്കിലോട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ കണ്ട അവസ്ഥ നിങ്ങൾ കണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ബാക്കിലോട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നറിയില്ല. എങ്ങനെയൊക്കെയോ നെക്കി അങ്ങോട്ട്. അപ്പോൾ വിചാരിച്ച് അതിന് ഇടിക്കണ്ട, നമുക്ക് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് പോയാൽ. അങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് എല്ലാത്തിനെയും കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളിച്ചിട്ടുണ്ട്. ഇവിടേക്ക് ആരാടാ? എൻ്റെ പൊന്നേ, ഇപ്പം കൂടെ ഒരുത്തന്നെ ഇടിച്ചിട്ട്. ഉയ്യോ, ഇതൊക്കെ ബോർഡാണ്. പാത്തസോര എന്നാക്കും ഈ പാട്ട് ഇഷ്ടമായെങ്കിൽ ഇത് ഏതൊക്കെ തള്ളച്ചാണ് പോണത്? എടാ മോണാ, എങ്ങനെ ഇരിക്കണം? പിന്നെ ഒന്ന് റേറ്റിയിട്ടൊന്ന് പരീക്ഷിക്കാം. എവിടേക്കാണ് നിൽക്കിയത് നോക്കിയോ ഗൈസ്? ഇത് എവിടെയാടാ ബട്ടൺ കാണുന്നില്ല ഗൈസ്. എവിടെ പോവുക? ഓ, കിട്ടി, സൂത്രം കിട്ടി. അങ്ങനെ ഗൈസ്, അങ്ങനെയൊക്കെയോ ഇതെവിടെയാണെന്ന് മനസ്സിലായി. ഇനി പിള്ളേരെ ലോഡ് എടുക്കേണ്ട എവിടെയാണ്? എവിടെയായിരുന്നു? ഇടിച്ചു പൊളിക്കണം ഇവന്മാറിനൊക്കെ. എവിടെയാണ് ലോഡ് കൊണ്ടുവച്ചെന്ന് ഇവന്മാർക്ക് തന്നെ അറിയില്ല. നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഒരു യാത്ര പറയാം. ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇടിക്കും, അതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഇവിടെ. കിലോമീറ്റർ 124, 5 ഒക്കെ. പെട്രോളില്ല. പെട്രോളൊക്കെ 37 ലിറ്ററേ ഉള്ളൂ ഗൈസ്. എൻ്റെ പൊന്നു, എവിടേക്കോ ഒരു കറക്റ്റാ ഗൈസ്. പക്ഷേ ഒരു കാര്യം, ഇത് ലോങ് ഡ്രൈവാണ്, കുറേ പോകണം. എത്ര പോകണം? കയ്യൊക്കെ ഇഴക്കുന്നു ഗൈസ്. അങ്ങനെ കഴിക്കുന്നില്ല, നല്ലോണം വേദന എടുക്കുന്നുണ്ട് ഗൈസ്. എന്തോ എങ്ങനെ എവിടെയോ പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് പിള്ളേനെ ലോഡ് എടുക്കുന്ന സ്ഥലം മാറിപ്പോയി. രാവിലെ എങ്ങോട്ടാണല്ലോ? ഇത് 3 പോണ വളയ്ക്കാം. ആ കാണുന്നില്ല, അതാണ്. പിന്നെയും പേടിച്ച്. ഇത് എന്തരാണ് ഇത്ര വട്ടമാണ് ഇടിക്കുന്നത്? വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നാലും പറഞ്ഞ് എന്നെ കളിയാക്കരുത്, വിഷമം വരും. ഇത് എവിടെയാണ്? ഇവിടേക്കാണ് ഇവർ കൊണ്ടുപോയി വെക്കുന്നത്. എവിടെ പോയി? ഇവിടെയാണ്. ഇങ്ങോട്ട് കയറ്റാം. സോ ബാക്കിലാണ്. ഇപ്പൊ കണ്ടുകിട്ടി. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ പിള്ളേരല്ലേ. സോറി.
എടാ ഞാൻ പോയിട്ട് നീയൊക്കെ പോയാൽ മതി. അപ്പുറത്ത് വഴിയാണ് വരേണ്ടത്. ഏത് വഴി വന്നാലും വന്ന വഴിയല്ലേ. മിക്കവാറും എന്നെ പോലീസ് പറ്റിയടിക്കും. എത്ര ഓട്ടോ ഇടിക്കുന്നു. ലൈസൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. എല്ലാം ഒന്ന് കയറോ. ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് പിള്ളേരിനൊക്കെ. നമുക്ക് പോവാം. മീശക്കാരൻ മധവന് ദർശത്തിന് ആശ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ നമുക്കൊരു പാട്ട് വെച്ചാലോ. മതി എല്ലാവരും ഓഫാക്കിയേ. അങ്ങനെ പാട്ട് നടത്തിയിട്ടുണ്ട് ഗൈസ്. എന്തൊരു പാട്ടൊക്കെയാണ്. ഒട്ടും കൊള്ളില്ല. പോസ്റ്ററൊക്കെ ഉണ്ടല്ലേ. ഞാനാരത്തലോടി ആരാന്തേ പയ്യാറെ ഞാനാന്തേ പയ്യാറെ ആരാന്തേ പയ്യാറെ ഞാനാന്തേ പയ്യാറെ ആരാന്തേ പയ്യാറെ ഞാനാന്തേ പയ്യാറെ അയ്യോ പണി കിട്ടി. ഇത് കളയും വെറുതെ മര്യാദ കുറച്ച്. അങ്ങനെ ഈ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. കുറേ പോയി ഗൈസ്. കുറേ ഞാൻ കട്ടാക്കി തന്നെ. നിങ്ങളെ വെറുതെ ഈ സ്ഥലം തന്നെ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് കാര്യത്തിലേക്ക് പോവാം. കളിയിലേക്ക് പോവാം. എന്തൊക്കെ എടാ ബസ് ഒന്ന് മാറാം. എൻ്റെ പൊന്നിലവന്മാർക്കൊക്കെ എന്താണെന്ന് നീങ്ങിത്തന്നെന്ന് പറഞ്ഞു. ഇനി എവിടെയെങ്കിലും പോയി ഇടിപ്പിക്കും. കഷ്ടമാണ് ഇവന്മാരെ. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. എന്ത് പറയാനാണ്. നമുക്കൊന്നും കൂടി ഒന്ന് പാട്ടിട്ട് ചില്ലാവാം. അപ്പോൾ ഗൈസ് ഒരാൾ ഛർദ്ദിച്ച് വേണ്ട. ടീച്ചർ പറഞ്ഞു ഇയാൾ ഛർദ്ദിച്ചുകൊണ്ട് പാട്ട് നിർത്താം. അങ്ങനെ പാട്ടൊക്കെ നിർത്തി. പിന്നെ എനിക്ക് പോകണമെന്നാണ് ഗൈസ്. ജയിച്ച് അത്രേ ഉള്ളൂ. എനിക്ക് തന്നെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ല ഗൈസ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ വണ്ടി എടുക്കണം ഗൈസ്. ഇല്ല പൊന്നോ ഇല്ല അവന്മാർക്ക് വിളിഞ്ഞു വന്നു. കിടക്കട്ടെ കല്ല് തേങ്ങ ചക്ക മാങ്ങ. ഇനി എല്ലാവരും ഇങ്ങോട്ട് വരണ്ട. ചക്കയും മാങ്ങയൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊക്കെ എല്ലാവരും കൂടെ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ വരല്ലേ വെച്ച് ഒന്നാമത് ഇവിടെ തലേന്ന് ഉച്ചയ്ക്ക് എല്ലാ മരമാണ് ഗൈസ്. എല്ലാ മരം ഫോറസ്റ്റ്. ചിന്തു പിന്നെ എന്താ വൈബ് നിങ്ങൾക്കൊക്കെ ഒന്ന് പറയണം. ഇവിടെ ഇറങ്ങിയിട്ട് കാണാന്ന്. പക്ഷെ എനിക്കില്ലേ അറിയാവുള്ളൂ. 5 മിനിറ്റ് കുറഞ്ഞു പോയ 2000 രൂപയാണ് എടുക്കുന്നത് ഫൈൻ. ലവന്മാരെന്നെ പറഞ്ഞാണ് ഗൈസ്. പിന്നെ മുതലാളി പറഞ്ഞു നിൻ്റെ സാലറി കുറയ്ക്കാൻ 2000 രൂപ. പിന്നെ എന്താണ് ഗൈസ്. ലീവിങ് 46 അങ്ങനെ എല്ലാന്ന് ഇറങ്ങിക്കോ. വൈബ് ആസ്വദിക്കുന്ന സമയം ഇവരെന്നെ പറഞ്ഞായിരുന്നു അന്ന് വൈബ് ആസ്വദിച്ചോളൂ. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും സമയം കഴിഞ്ഞ് 10 അരമണിക്കൂർ കഴിഞ്ഞു. എല്ലാവരും കയറി വേഗം കയറേ. എടാ വേഗം കയറാ. ഇത് ഒറ്റ സ്റ്റെപ്പ് മാത്രം കയറ്റുന്നതാണ്. വേഗം കയറണം. ലവന്മാരെ കൊണ്ടൊക്കെ കഷ്ടമല്ലേ. ഇനി ഏത് വഴിയാ പോകുന്നത്.
ആ വഴിയായിരിക്കുമല്ലേ. ഒറ്റക്കെട്ട് നിൽക്കുന്ന മോളെ നിന്നെ ഒറ്റക്കെട്ട് ഞാൻ അങ്ങോട്ട് കയറി പോകണം അല്ലേ? പറ്റ അങ്ങോട്ട് പോവാം. പറപ്പിച്ച് വിടോടാ. ഒരു പണി കിട്ടിയ പോലെ സംശയം. മാപ്പ് തെറ്റാണ്. അപ്പുറത്തെ വഴി കൊണ്ട് ബാക്കിലേക്ക് എടുക്കാം. കണ്ട കൈസ് മാപ്പ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് തെറ്റാണ്. കൊടുക്കാം. വണ്ടി അനങ്ങുന്നില്ലല്ലോ. അനങ്ങുന്നില്ലടാ. കണ്ടെയ്നർ വിളിക്കണം. കണ്ടെയ്നറിനെ വിളിക്കാം. ആക്റ്റീവ് ഫസ്റ്റ് ബിഫോർ. ഇത് ഇറങ്ങി നോക്കിയാലോ. ആടാ ഇപ്പല്ലേ സൂത്രം. നമ്മളെ വണ്ടി പിന്നെ ഭയങ്കര അഴുക്കാണ്. ഭയങ്കര അഴുക്കെന്ന് വെച്ചാൽ ഭയങ്കര അഴുക്കാണ് ഗൈസ്. ഇറങ്ങി നോക്കിയപ്പോൾ മനസ്സിലായില്ലേ. എൻ്റെ 2000 രൂപയും പോയി, സാലറിയും പോയി, എല്ലാം പോയി. അപ്പോൾ നമ്മൾ 2000 രൂപ കൊടുത്തിട്ട്